നമസ്കാരം സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ തായ്ലൻഡ് സീരീസിലെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് സുവർണഭൂമി എയർപോർട്ടിലോട്ട് നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരാം. പല സിറ്റീൻ്റെ പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എയർപോർട്ടിലോട്ട് എത്തിച്ചേരാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് പട്ടായയിൽ നിന്നും സുവർണഭൂമിയിലോട്ട് പോകുന്ന യാത്രേൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ പട്ടായയിൽ നിന്നും സുവർണഭൂമി എയർപോർട്ടിലോട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ബസ് കിട്ടുന്നതാണ്. എയർപോർട്ടിലോട്ട് നിങ്ങൾക്ക് സുവർണഭൂമിയിലോട്ട് മാത്രമല്ല ഡോൺ മുവാങ് എയർപോർട്ടിലോട്ട് പോകാനും നിങ്ങൾക്ക് ബസ് സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പട്ടായയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഒരുപാട് കിയോസ്കുകളുണ്ട് എയർപോർട്ടിൻ്റെ. അപ്പോൾ അവിടെ നിങ്ങൾ ഡയറക്റ്റ് ബസ് എടുത്ത് നിങ്ങൾക്ക് പോരാം. അപ്പോൾ സിറ്റിയിൽ നമ്മൾ പട്ടായയിൽ നിന്ന് വരുമ്പോൾ സിറ്റിയിലെ ഏറ്റവും ഫസ്റ്റ് എയർപോർട്ട് സുവർണഭൂമിയാണ്. ഡോൺ മുവാങ് കുറച്ചും കൂടെ നിങ്ങൾക്ക് മാറിയിട്ടാണ് എയർപോർട്ട് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ സുവർണഭൂമി എയർപോർട്ട് എടുക്കുമായിരിക്കും. പട്ടായയിൽ പോയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുവർണഭൂമി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിത് ക്രാബിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡൊമസ്റ്റിക്കിലോട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കും ഒരേ ഇതിൽ തന്നെയാണ്, ഒരു ബിൽഡിങ്ങേ ഉള്ളൂ. നമ്മളുടെ നാട്ടിലെ പോലെ രണ്ട് ടെർമിനൽ, കൊച്ചി ഇൻ്റർനാഷണൽ പോലെയൊന്നുമല്ല, വേറെ വേറെ ടെർമിനലൊന്നുമല്ല. ഒറ്റ ടെർമിനൽ തന്നെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊരു അതിഭയങ്കര വലിയൊരു എയർപോർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ മനസ്സിലായി വരാൻ തന്നെ നല്ല കുറച്ച് ടൈം എടുക്കും. അപ്പം ഇതിൻ്റെ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. BC ഗേറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗേറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് സർവീസ് ചെക്ക് ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം. വേറെ അധികം ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഡൊമസ്റ്റിക്കിൽ. പിന്നെ ഏറ്റവും അവസാനം ഒരു ഇമിഗ്രേഷൻസ് പോലെ ഒരു ചെറുതായിട്ട് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതിനകത്ത് മേജറായിട്ടൊന്നും കാര്യമായിട്ട് ചെക്ക് ചെയ്യില്ല. എന്തെങ്കിലും ബോട്ടിലും കാര്യങ്ങളും ഇതൊക്കെ മാറ്റി വെക്കും. ഞങ്ങളുടെ ഒരു സൺസ്ക്രീൻ അതുപോലെ അവർ മാറ്റി വെച്ചു. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ അധികം ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. സുഖമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിഭയങ്കരമായ ഒരു എയർപോർട്ടാണ് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്, അതാണ് മെയിൻ അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ നിങ്ങൾക്ക് നടക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ മടുത്തു പോകും. ഒരുപാട് ഗേറ്റും കാര്യങ്ങളുണ്ട്. ഡൊമസ്റ്റിക്കിൽ ഇൻ്റർനാഷണൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡൊമസ്റ്റിക്കിൽ വളരെ കുറവാണ് കേട്ടോ. ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള എയർപോർട്ടാണ് സുവർണഭൂമി. അത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗം കണ്ടത് ഞങ്ങൾ ക്രാബിലോട്ട് യാത്ര ചെയ്യുന്നതിൻ്റെയാണ്. അപ്പം ഇത് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്ന ദിവസത്തിൻ്റെ യാത്രയാണ്. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും BTS എടുത്ത് അവിടെ നിന്നും നിങ്ങൾക്ക് എയർപോർട്ട് ലിങ്ക് മെട്രോ വഴിയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഒറ്റ മെട്രോയിൽ നല്ല നിങ്ങൾ പല മെട്രോയിൽ കണക്ട് ചെയ്ത് വേണം വരാൻ. പിന്നെ നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ടാക്സി കിട്ടും. പക്ഷേ ഈ സുവർണഭൂമി എന്ന് പറയുന്ന എയർപോർട്ട് നിങ്ങൾക്ക് ഇച്ചിരി ഔട്ടറിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സീൻ്റെ കോസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. ഇത് കമ്പാരിറ്റീവ്ലി വളരെ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടൈമും ലഗേജും ഒക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഭയങ്കര എന്താ പറയുക, കുറേ നടക്കാനുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ പല പല സ്റ്റേഷനിൽ ഇറങ്ങി നിങ്ങൾക്ക് ലിങ്ക് വഴി മാറിക്കയറി ലിങ്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഈ രീതിയിൽ പോകാൻ. ഞങ്ങൾ ഒരുമാതിരി ബാക്ക് പാക്ക് ചെയ്ത് ആ രീതിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിച്ചില്ല. അല്ലെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് പോയി ടിക്കറ്റൊക്കെ എടുക്കാം. നിങ്ങൾക്ക് പിന്നെ ഇതേപോലെ ബസ്സിന് വരുന്ന വീഡിയോയിലായാലും ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ബസ് ടിക്കറ്റൊക്കെ എങ്ങനെ ബുക്ക് ചെയ്തിരുന്നത് ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പം നിങ്ങളതൊക്കെ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ചെല്ലേണ്ടത്, ഇവിടെയുള്ള ബസ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നല്ലതുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റ് ഈ എൻ്റെ ചാനലിൽ തായ്ലാൻഡ് സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തായ്ലാൻഡിലെ എല്ലാം തരം വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ വളരെ ചെറുതായിട്ട് മാക്സിമം ഷോർട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വേണ്ടവർക്ക് ആ ഒരു വീഡിയോ മാത്രം കണ്ട്
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എൻ്റെ യാത്ര എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ നിങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചുള്ള രീതിയേ ഉള്ളൂ, അല്ലാതെ വേറെ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ, കാരണം ഞാനും ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പല എന്ന് വെച്ചാൽ വളരെ മികച്ചു നിൽക്കുന്ന യൂട്യൂബ് ചാനൽ ആൾക്കാരുടെയും അതുപോലെ ചെറിയ ചെറിയ ഇതുപോലെ ന്യൂ ആയിട്ട് തുടങ്ങിയ ആൾക്കാരുടെയും ചാനലൊക്കെ കണ്ടിട്ടാണ് ഞാനും ഇതുപോലത്തെ ഐഡിയ കിട്ടിയത്. പിന്നെ ഞാൻ ഈ തായ്ലൻഡ് യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ കണ്ടപ്പോൾ ഒരു തായ്ലൻഡുകാരൻ്റെ ഒരു ഗൈഡ് പോലെ ഒരു വീഡിയോസ് കണ്ടു. അത് വളരെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ഉണ്ടായി. പുള്ളീൻ്റെ വീഡിയോസ് തന്നെയാണ് ഞാൻ മാക്സിമം കണ്ട് എനിക്ക് ഏകദേശം എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. അപ്പം ഞങ്ങൾ എയർപോർട്ട് ലിങ്കിൽ വന്നിട്ട് അവിടുത്തെ മെട്രോയിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം ആ കറക്റ്റ് ടൈം എത്തും. ഫ്രീക്വൻ്റ് ആയിട്ട് ഇല്ല കേട്ടോ, ഒരു 10 മിനിറ്റ്സൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ട്രെയിൻ കിട്ടുള്ളൂ. മറ്റേ മെട്രോ ബീറ്റേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രെയിൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ മനോഹരമായ ദൃശ്യമാണ്. നിങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു തായ്ലൻഡ് സിറ്റീൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. തായ്ലൻഡ് ഒരു മിക്സ്ചർ ഓഫ് കൾച്ചറിസം, പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു ബാംഗ്ലൂർ കുറച്ചും കൂടെ ഡെവലപ്പായി എങ്ങനെ ഉണ്ടാവും ആ രീതിയിലാണ് എനിക്ക് തായ്ലൻഡ് തോന്നിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വേറെ അടിപൊളി ഒരു രാജ്യത്തെത്തിയ പോലെ നമുക്കൊരു ഫീലൊക്കെ കിട്ടും. പിന്നെ സുവർണഭൂമി എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഭയങ്കര തിരക്കാണ് കേട്ടോ. സുവർണഭൂമി എയർപോർട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് നല്ല ഹൈ വോളിയം പാസഞ്ചേഴ്സ് വരുന്ന പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നതാണ്. ഇതേപോലെ നിങ്ങൾ ഒരുപാട് നടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഡയറക്റ്റ് എയർപോർട്ട് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എയർപോർട്ട് ലിങ്ക് നിങ്ങൾ അവസാനത്തെ ദിവസം എയർപോർട്ട് ലിങ്ക് ഉള്ള മെട്രോൻ്റെ അടുത്ത് ഏതെങ്കിലും ഹോട്ടൽ എടുക്കുകയായിരിക്കും നല്ലത്. അങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ എലിവേറ്റേഴ്സും പിന്നെ ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ലഗേജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത ഈ BTS നിന്ന് എയർപോർട്ട് ലിങ്കിലോട്ടൊക്കെ മാറിക്കയറുന്നതൊക്കെ ഇച്ചിരി ടാസ്ക് പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേപോലെ ഒരുപാട് ഗേറ്റും കാര്യങ്ങളാണ്. ശരിക്കും ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നല്ല കൺഫ്യൂസ്ഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഡെസ്ക് ഉണ്ട്. അത് ഓരോ രാജ്യക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പ്രത്യേക ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി കിട്ടും. ഏകദേശം ഐഡിയ കിട്ടും നിങ്ങളുടെ ഗേറ്റും കാര്യങ്ങളും എവിടെയാണ്. കാരണം ഇത്രയും സ്ക്രീൻ ഉണ്ട്, ഇത്രയും രാജ്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഫ്ലൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാലും നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി നിങ്ങൾക്ക് ആ ഗേറ്റ് നോക്കി പോവാം. അപ്പോൾ ഞങ്ങളുടെ ഗേറ്റ് NW ആണ്. അപ്പോൾ ഇത് കാണുന്ന NW വരെ ഏറ്റവും അറ്റത്തോട്ട് നടക്കണം. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. വലിയൊരു എയർപോർട്ടാണ് ശരിക്കും. ഞാനിപ്പം പോയത് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു എയർപോർട്ടായിട്ട് എനിക്ക് സുവർണഭൂമിയാണ് തോന്നിച്ചത്. ഇതിലും വലിയൊരു എയർപോർട്ട് ഡൽഹിയിൽ പോയപ്പോഴും എനിക്ക് ഇത്രയും നടക്കാനൊന്നും തോന്നിച്ചില്ല. ഇവിടെ ഒരുപാട് നടക്കേണ്ടി വന്നു. ദുബായിലും എനിക്ക് അധികം നടക്കേണ്ടി വന്നില്ല. ദുബായ് എയർപോർട്ടും വലുതാണ്, പക്ഷേ എന്നാലും കമ്പയർ ടു എനിക്ക് ഇത്ര നടക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ ഒരുപാട് ഗേറ്റുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരുപാട് ഗേറ്റുകൾ കുറേ നടക്കാറുണ്ട്. അപ്പം ദുബായിൽ പക്ഷേ നമുക്ക് നടക്കാത്ത മറ്റേ എന്താ പറയുക ഒരു എലിവേറ്റർ പോലത്തെ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാം. അതിൽ കയറി നിന്നാൽ മതിയല്ലോ. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോഞ്ചാണ് കേട്ടോ. ഇവിടുത്തെ ലോഞ്ചിൽ നമുക്ക് റൂപേ പ്ലാറ്റിനം കാർഡായിരുന്നു എനിക്കുള്ളത്. അപ്പം ഇൻ്റർനാഷണലി വൺസ് നിങ്ങൾക്ക് റൂപേ പ്ലാറ്റിനം കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു വർഷത്തിൽ ഞാൻ ദുബായിൽ പോയപ്പോൾ യൂസ് ചെയ്തില്ല. അപ്പം ഞാൻ തായ്ലൻഡ് വന്നപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. സംഭവം സക്സസ്ഫുള്ളായി. കയറി. അടിപൊളി ലോഞ്ചാണ്. ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും റൂപേ പ്ലാറ്റിനം കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കയറുക, എന്തായാലും ട്രൈ ചെയ്യാം. മിറാക്കിൾ ലോഞ്ചാണ്. അടിപൊളി ലോഞ്ചാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കരുത്. ഞങ്ങളവിടെയുള്ള എല്ലാ സാധനവും വെട്ടി ഒഴുങ്ങി. അവിടെ ബാക്കിയുള്ളവരൊക്കെ നോർമലായിട്ടാണ് കഴിക്കുന്നത്. അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പം തായ്ലൻഡിനോട് വിട പറഞ്ഞു. എന്നിരുന്നാലും ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു തായ്ലൻഡ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരണം. കുറേ ഭാഗങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. അപ്പം തായ്ലൻഡിനോട് വിട പറയുകയാണ്. അപ്പം ഇനി കൂടുതൽ സീരീസും കൂടുതൽ വീഡിയോസായിട്ട് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം.